ഏതൊരു സംസ്കാരത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ കൃഷിയാണ്. ഇപ്പം വെള്ളമുള്ള സ്ഥലങ്ങളിൽ മാത്രമാണ് സിവിലൈസേഷൻസ് വന്നത്. അത് മോഹൻജദാരോ ആണെങ്കിലും ഹാരപ്പയാണെങ്കിലും നൈൽ സിവിലൈസേഷൻ ആണെങ്കിലും സത്യത്തിൽ ഈജിപ്തിൻ്റെ 5% മാത്രമാണ് ഫലഭൂയിഷ്ടമായ ഭൂമി. 5%, പിന്നെയും 10%-ത്തിൻ്റെയും ഇടയിൽ അത്രയാണ് ഫലഭൂയിഷ്ടമായ ഭൂമിയുള്ളത്. അവിടെയാണ് എല്ലാം വിളയുന്നത്. ബാക്കിയുള്ളത് മുഴുവനും ഡിസേർട്ടുകളാണ്. അപ്പോൾ എന്താണ് ഇതിന് കാരണമെന്നാൽ അവിടെയാണ് വെള്ളമുള്ളത്. നേരെ സുഡാനിൽ നിന്ന് എത്യോപ്യയിൽ നിന്നും മറ്റൊക്കെ വരുന്ന ഈ നൈൽ നദി, ടാൻസാനിയയിൽ നിന്നും മറ്റുമൊക്കെ വരുന്ന നൈൽ നദി നേരെ വന്നിട്ട് സുഡാനിലൂടെ വന്ന് ഈജിപ്തിലേക്ക് പ്രവേശിക്കും. ഈജിപ്ത് എന്ന് പറഞ്ഞാൽ സംസ്കാരത്തിൻ്റെ കളിത്തൊട്ടിലാണ്. ഈ സംസ്കാരം എവിടെയാണ്? വെള്ളമാണ്. അപ്പോൾ എന്തിൻ്റെ ആധാരം? വെള്ളമാണ്. വെള്ളം കാര്യമായി ഉപയോഗിക്കപ്പെടുന്ന കാര്യം എന്തിനാണ്? കൃഷിയാണ്. കൃഷിയില്ലെങ്കിൽ മനുഷ്യന് ജീവിക്കാൻ കഴിയില്ല. മനുഷ്യൻ്റെ എന്തിൻ്റെയും ആധാരം കൃഷി. അപ്പോൾ കച്ചവടം, എന്താ കച്ചവടത്തിൻ്റെ ആധാരം? കൃഷിയാണ്. ഭക്ഷണത്തിൻ്റെ ആധാരം എന്താണ്? അത് കൃഷിയാണ്. എന്തിൻ്റെ ആധാരം? കൃഷിയാണ്. അപ്പോൾ കൃഷിയുമായി ഏതൊരു മനുഷ്യനും ഒരു ബന്ധമുണ്ട്. എല്ലാവർക്കും കൃഷിയുമായി ബന്ധമുണ്ട്. അപ്പോൾ ആ കൃഷിയെക്കുറിച്ച് നമ്മൾ ഗൗരവമായി മനസ്സിലാക്കണം.